ഇന്ത്യൻ നാവികസേനയിലെ കമാൻഡറായ ലിജോ ചാക്കോയ്ക്ക് കീഴടക്കലുകൾ ആദ്യ അനുഭവമല്ല. എന്നാൽ പ്രണയിനിയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ എവറസ്റ്റ് യാത്രയേക്കാൾ ദുർഘടമായ പാത മറികടന്നാണെന്ന് ഈ മറൈൻ എഞ്ചിനീയർ പറയുന്നു. 2005-ൽ ഒരു മുങ്ങിക്കപ്പലിന്റെ നവീകരണത്തിനായി റഷ്യയിലെത്തിയപ്പോഴാണ് ലിജോ മരിയാസ് മോലിയായെ പരിചയപ്പെടുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം അന്യർക്ക് പ്രവേശനമില്ലാത്ത മരിയയുടെ ഗ്രാമത്തിൽ തന്റെ സൈനിക പദവി ഉപയോഗിച്ച് കടന്ന ലിജോ മരിയയുടെ മനസ്സിലും ഇടം നേടി. എന്നാൽ റഷ്യൻ പ്രതിരോധ സേനയിൽ ജോലി ചെയ്യുന്ന വലേറിയുടെ മകളുടെ കഴുത്തിൽ മിന്നുചാർത്താൻ പിന്നെയും തടസ്സങ്ങളേറെ. ഇത്രയും ദൂരെ മകളെ അയക്കാൻ മരിയയുടെ അച്ഛനമ്മമാർക്ക് വിഷമം. അന്യസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിൽ ലിജോയുടെ മാതാപിതാക്കൾക്കും അതൃപ്തി. ഏറ്റവും ഒടുവിൽ വിവാഹത്തിന് പ്രതിരോധ വകുപ്പിന്റെ അനുമതിയും വേണം. കല്യാണത്തിന് എനിക്ക് നേവിയുടെ നിന്ന് പെർമിഷൻ എടുക്കണമായിരുന്നു. നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പെർമിഷൻ എടുക്കണമായിരുന്നു. നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് റോയൽ നിന്നും IB-യിൽ നിന്നും പെർമിഷൻ എടുത്ത് അങ്ങനെയാണ് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാണ് കല്യാണം കഴിച്ചത്. ഒടുവിൽ അച്ഛനമ്മമാരുടെയും പ്രതിരോധ വകുപ്പിന്റെയും സമ്മതത്തോടെ വിവാഹം. നാവികസേന ആദ്യമായി എവറസ്റ്റിലേക്ക് അയച്ച 20-അംഗ സംഘത്തിലെ അംഗം കൂടിയായിരുന്നു ലിജോ ചാക്കോ. 500 മീറ്റർ കൂടി താണ്ടിയിരുന്നെങ്കിൽ എവറസ്റ്റിന്റെ നെറുകയിലെത്തുന്ന ആദ്യ മലയാളിയാകുമായിരുന്നു ഇദ്ദേഹം. ഓക്സിജന്റെ അഭാവത്തെ തുടർന്ന് അന്ന് ലിജോ ഉൾപ്പെടെ 15 പേർക്ക് മടങ്ങിപ്പോരേണ്ടി വന്നു. മറ്റ് 5 പേർ എവറസ്റ്റിന്റെ നെറുകയിലെത്തുകയും ചെയ്തു. തടസ്സങ്ങളെല്ലാം നീക്കി വിവാഹം കഴിച്ചെങ്കിലും മരിയയ്ക്ക് കീഴടക്കാൻ ഒരു കടമ്പ കൂടിയുണ്ട്: കേരളത്തിലെ അസഹ്യമായ ചൂട്. It's a wonderful place and a lot of greenery and it's very warm actually. രഞ്ജിത് രാമാനുജം, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.